അപ്പോൾ നമുക്ക് പൂളയൊന്ന് മുറിക്കാം. പൂള അല്ലെങ്കിൽ കപ്പ അതിൻ്റെ തൊലി കൊണ്ടാണ് ഇന്ന് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഉമ്മയാണ് എനിക്ക് ഉപ്പേരിക്ക് വേണ്ടിയുള്ള തൊലി തൊലിച്ച് തരുന്നത്. ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളൊരു ഉപ്പേരിയാണ്. ഇതുപോലെ നമുക്ക് തൊലി ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പം പൂളൻ്റെ തൊലി ഇവിടെ നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകി വൃത്തിയാക്കി കഴുകി എടുക്കുക. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ചെറുതാക്കിയാണ് നമ്മൾ ഇത് അരിഞ്ഞെടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് 10 മിനിറ്റോളം ഒന്ന് തിളക്കാനുള്ള അരപ്പ് അരച്ചെടുക്കാം നമുക്ക്. അപ്പം അതിനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും വലിയുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇത് ഊറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം കഴുകി നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്നിട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ഇതിട്ട് കൊടുക്കാം. അരപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം യോജിപ്പിച്ച് നമ്മുടെ കപ്പത്തൊലി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.